രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, കഴിഞ്ഞ UDF യോഗത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. അന്ന് പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അതൃപ്തി മാധ്യമങ്ങളിലൂടെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്താണിപ്പോൾ ഈ നീക്കം? രമേശ് ചെന്നിത്തല ഒരു അനുനയത്തിന് തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര നല്ല സുഖകരമായ ബന്ധത്തിലായിരുന്നില്ല പോയിരുന്നത്. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശൻ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ നയപരമായ UDFന്റെ കാര്യങ്ങളിലൊന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന പരാതി ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ UDF യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ചേർന്ന UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നതിൽ അദ്ദേഹത്തിന് പ്രതിഷേധവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും UDFന്റെ പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഈ യോഗത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നതിലെ പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയത് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ മടങ്ങിക്കൊണ്ടായിരുന്നു. മറ്റെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തപ്പോൾ രമേശ് ചെന്നിത്തല മാത്രം അതിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി നിയമസഭയിലേക്ക് എത്തുന്നതിന് മുൻപായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ രഹസ്യമായി എത്തിയത്. അതിനുശേഷം പിന്നീട് അല്പസമയം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ രമേശ് ചെന്നിത്തലയും ആ കൂടിക്കാഴ്ചയിൽ തൃപ്തനാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച ശേഷമാണ് മടങ്ങിയത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങിയതിനൊരു പ്രായശ്ചിത്തം എന്നോണം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഭക്ഷണവും കഴിച്ച് മടങ്ങി. അതോടുകൂടി തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും താൽക്കാലികമായ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. വിജയകുമാർ, സലീമ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനൊക്കെയുള്ള തീരുമാനം കഴിഞ്ഞ KPCC യോഗത്തിലും അതിനുശേഷം നടന്ന UDF യോഗത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതലയൊക്കെ നൽകാൻ KPCC യോഗം തീരുമാനിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതെ UDF യോഗത്തിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ച് മടങ്ങിയതെന്ന വിവരം പുറത്തു വന്നത്. അപ്പോൾ ഈ ഹൈക്കമാൻഡൊക്കെ നിർദ്ദേശിക്കുന്ന തരത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുക എന്ന സമീപനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ മാറുന്നു എന്നതിന്റെ കൂടി സൂചനയാണോ ചെന്നിത്തല വി ഡി സതീശൻ ചർച്ച? കാരണം നിലവിൽ സാധാരണഗതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം UDF നേടുമ്പോഴും അതിന് തൊട്ടു പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം UDFനുണ്ട്. അത് അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുമെന്നതുകൂടി മുൻകൂട്ടി കാണുന്നുണ്ട് പാർട്ടി. അതുകൊണ്ട് തന്നെ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഒരു എതിർപ്പുകളും ഇല്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, മെച്ചപ്പെട്ട പ്രകടനം എന്നതല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം തന്നെ കേരളത്തിൽ നിന്നുണ്ടാവണം. അതിന് ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തിരിച്ചടിയാകുമെങ്കിൽ അത് പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേതാക്കന്മാർ തന്നെ മുൻകൈ എടുക്കുന്നത്. ആ നിലയിൽ പ്രതിപക്ഷ നേതാവും പ്രത്യേകിച്ച് പാർട്ടിയിൽ തന്നെ വലിയ സ്വാധീനമുള്ള രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു പ്രശ്നം തുടർന്നാൽ അത് പാർട്ടി. ശരി സലീം, എന്തായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. ഒരു സമവായത്തിന്റെ സാധ്യത രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.